അതൊന്നും ശരിയാകണ മട്ടല്ലാവും. സർക്കാർ നമ്മുടെ പിണറായി നിൽക്കണത്രയും വരില്ല കേട്ടാ. ഇപ്പോഴത്തെ ഇത് ഒരാഴ്ച രണ്ടാഴ്ച ഒക്കെ കൊടുക്കും, അല്ലാണ്ട് തീർത്തു കൊടുക്കാൻ പോണില്ല ഇവരിത്. സംസ്ഥാനത്ത് സ്ത്രീകൾക്ക് KSRTC ബസ്സുകളിൽ സൗജന്യ യാത്ര അനുവദിക്കുമെന്നത്. എന്നാൽ ഇപ്പോൾ ഗതാഗത മന്ത്രി CP ജോൺ പറയുന്നത് ഓർഡിനറി ബസ്സുകളിൽ മാത്രമേ ഈ സൗജന്യ യാത്ര സ്ത്രീകൾക്ക് നൽകൂവെന്ന്. ഓർഡിനറി ബസ്സുകളിൽ മാത്രം സ്ത്രീകൾക്ക് സൗജന്യ യാത്ര മതിയോ? നമുക്ക് ജനങ്ങളോട് തന്നെ ചോദിക്കാം. ആളുകളെ കൂടുതൽ വോട്ട് ചെയ്യുന്നതിന് വേണ്ടി മാത്രം ഒരു വാഗ്ദാനമായിട്ട് കൊടുത്തതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പോൾ മോഡിഫിക്കേഷൻ പോലെയുള്ള ഒരു കാര്യമായിട്ട് മാത്രമേ എനിക്ക് തോന്നുള്ളൂ. അത് തികച്ചും ജനങ്ങളെ പറ്റിക്കുന്നതാണ്, സ്ത്രീകളെ പറ്റിക്കുന്നതാണ്. വോട്ട് മേടിച്ച് ജയിച്ചു കഴിഞ്ഞതിന് ശേഷം സ്ത്രീകളെയോ അതേപോലെ തന്നെ നാട്ടുകാരെയും സുഗമമായി പറ്റിക്കാം എന്നുള്ള ഒരു ഒരു മനോഭാവമാണ് UDF-നുള്ളത്. ആദ്യം പറയുന്നത് പിങ്ക് ബസ് മാത്രമായിരിക്കും, പിന്നെ പറയാണ് ഓർഡിനറി ആണെന്ന്. ഒരു നിലവാരമില്ലാതെ ചെയ്തോളാണ് ഇപ്പം ഇലക്ഷൻ കഴിഞ്ഞ ശേഷം UDF സർക്കാർ ചെയ്യുന്നത്. എല്ലാ പെണ്ണുങ്ങൾക്കും സൗജന്യ യാത്ര കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. അർഹതപ്പെട്ടവർക്ക് കൊടുക്കുക, സ്റ്റുഡൻസ്, പ്രായമുള്ളവര്, ഇവർക്കൊക്കെ കൊടുക്കുക. ഇവര് തുടങ്ങിയപ്പോ പറഞ്ഞ എന്തെന്നാ കാസർഗോഡ് വരെ പോകാമെന്നല്ലേ. എല്ലാ ബസ്സിലും കൊണ്ടുപോകി നല്ലത്. ഇത് സർക്കാർ മുതലാവോ? എന്തായാലും ഇത് എത്രത്തോളം പോകുന്ന എനിക്ക് അറിഞ്ഞൂടാ. പ്രചാരണത്തിന് സമയത്ത് KSRTC ബസ്സിൽ ഫ്രീ ആയിട്ട് സ്ത്രീകൾക്കെന്നല്ലേ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇപ്പോൾ സാധാരണ ഓർഡിനറി മിക്കവാറും ഫാസ്റ്റ് പാസഞ്ചറൊക്കെ ആയിരിക്കും ആ ടൈമിൽ, ഓഫീസ് ടൈമിലൊക്കെ വരുന്നത്. അപ്പം അങ്ങനെ വേണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഓർഡിനറിയിലാണ് പോസിബിൾ ആയിട്ട് എനിക്ക് തോന്നി. ഇപ്പൊ നമ്മുടെ ഒരു ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് അനുസരിച്ച് ഇപ്പൊ ചെന്നൈയിലൊക്കെ കൊടുക്കുന്ന പോലെ നമുക്ക് ഇങ്ങനെ ഒരു ലോങ് ട്രിപ്പൊക്കെ ഫ്രീ ആയിട്ട് പോകാന്ന് പറയുമ്പോൾ അത് തന്നെ ഒരു ലോജിക്കില്ലാത്ത കാര്യമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അതൊന്നും ശരിയാകണ മട്ടല്ലാവും. സർക്കാർ നമ്മുടെ പിണറായി നിൽക്കണത്രയും വരില്ല കേട്ടാ. ഇപ്പോഴത്തെ ഇത് ഒരാഴ്ച രണ്ടാഴ്ച ഒക്കെ കൊടുക്കും, അല്ലാണ്ട് തീർത്തു കൊടുക്കാൻ പോണില്ല ഇവരിത്. KSRTCയുടെ ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്ക് വേണ്ടി സർക്കാർ നടപ്പിലാക്കുന്ന സൗജന്യ ബസ് യാത്രയെ സ്വാഗതം ചെയ്യുമ്പോഴും ഇത് എത്ര നാൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്ന ആശങ്കയും പൊതുജനങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ട്. കൊച്ചിയിൽ നിന്ന് ക്യാമറമാൻ ജിബിൻ ജോസഫിനൊപ്പം അബ്ദുൾ റഹീം, ന്യൂസ് മലയാളം.